എംപി ഇന്നിപ്പോൾ ഒരു കടുത്ത നിലപാടിലാണ് ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച് ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പ്രതികരിച്ചത്. അതിന് പറഞ്ഞത് കഴിഞ്ഞ കാര്യം തന്നെയാണ്, അതിൽ ഇനി ഒരു തിരിഞ്ഞു നോക്കാൻ ഒന്നുമില്ല, വിട്ടുവീഴ്ച ആരാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അത്തരത്തിൽ കടുത്ത നിലപാടിൽ തന്നെ CPM ഉറച്ചു നിൽക്കുന്നു. അല്ല, CPI ഇത് സംബന്ധിച്ച നിലപാടുകൾ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രശ്നം വളരെ ഗൗരവമായി CPI മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് വ്യക്തിപരമായി ആരംഭിച്ചൊരു ചർച്ചയല്ല, ഏതെങ്കിലും ഒരു നേതാവ് വ്യക്തിപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചർച്ചയുമല്ല. കേരളത്തിലെ പാർട്ടി നേതൃത്വം കൂട്ടായി ചർച്ച ചെയ്ത് എടുത്ത ഒരു തീരുമാനമാണ്. അതിൻ്റെതായ കാരണങ്ങളും പലതവണ വ്യക്തമാക്കി. അപ്പോൾ അതിന് ഏതെങ്കിലും വ്യക്തികളെ ഏകപക്ഷീയമായി മറുപടി പറഞ്ഞതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല. അതൊരു രാഷ്ട്രീയമായ ആവശ്യമാണ്. അപ്പോൾ ആ രാഷ്ട്രീയ ആവശ്യത്തോട് ഉള്ള ചില പ്രതികരണങ്ങൾ ഞങ്ങൾ കേട്ടു. കീഴ്വഴക്കൊക്കെയാണ് അതിന് മറുപടിയായിട്ട് പറഞ്ഞിരുന്നത്. അങ്ങനെ കീഴ്വഴക്കം എന്ന് പറയുന്നത് പലതവണ LDFനകത്ത് മാറിയിട്ടുണ്ട്. വകുപ്പുകളുടെ കാര്യത്തിനകത്ത് കുറേ കീഴ്വഴക്കമുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും, അത് മാറ്റി. അങ്ങനെ കാലാകാലങ്ങളിൽ 80കൾക്ക് ശേഷം ധാരാളം മാറ്റങ്ങൾ LDFൻ്റെ പല കാര്യങ്ങളിലും വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ. ഇടതുപക്ഷത്തിന് ഇതുവരെ ഇല്ലാത്തൊരു തകർച്ചയുണ്ടായി. മുൻകാലങ്ങളിലെ തകർച്ചയുമായോ തെരഞ്ഞെടുപ്പ് പരാജയവുമായിട്ടോ അതിനെ കൂട്ടിക്കുഴക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ബന്ധിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് CPI പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് രാഷ്ട്രീയമായ വളരെ ജെന്യൂനായ ഒരു ആവശ്യമാണ്. അത് സ്വാഭാവികമായിട്ട് മുന്നോട്ട് വെക്കുന്നു. അത് ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് ഏകപക്ഷീയമായി അവരുടെ വർത്തമാന രീതി കൊണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. ഞങ്ങൾ വ്യക്തിപരമായിട്ടല്ല ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. CPM ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ പിന്നെ അതിലെ പോംവഴി എന്താണ്? അല്ല, അങ്ങനെയല്ല. ഒരു രാഷ്ട്രീയ ആവശ്യം ഉണ്ടാവുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനൊരു വഴി നമ്മൾ കണ്ടെത്തി വെക്കും. അതായത് ഇതിനു മുൻപും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്ത് പിന്നീട് മുന്നണി കൂട്ടായും ഒക്കെ ചില നിഗമനങ്ങളിലും തീരുമാനങ്ങളിലും ഒക്കെ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും ഏകപക്ഷീയമായി പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ ആവശ്യവും അവസാനിപ്പിക്കാൻ കഴിയില്ല. CPI അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. പിണറായി വിജയൻ ഏകപക്ഷീയമായി പറഞ്ഞു. അല്ല, ഞാൻ ആരാണോ പറയുന്നത് അത് ഏത് വ്യക്തിയാണെങ്കിലും അവർക്ക് ബാധകമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പാർട്ടി കമ്മിറ്റി കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്ത് ഞങ്ങളതായ ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു. തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുവായ പ്രശ്നങ്ങൾ, CPI സംബന്ധിച്ച് CPI മാത്രം പ്രത്യേകം പരിശോധിക്കേണ്ട പല കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ടെത്തി. അതിനുശേഷം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആവശ്യമാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്ന് പറയുന്നത്. നിരവധി തവണ അത് CPI നേതൃത്വം വ്യക്തമായി കഴിഞ്ഞൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആ ചർച്ചയ്ക്ക് പോലും ഇനി പ്രസക്തിയില്ല. കാരണം ഇത് എത്രയോ ദിവസങ്ങളായി, കഴിഞ്ഞ ഒരു 1-2 മാസത്തോളമായി വേണമെങ്കിൽ പറയാം, കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. CPIക്ക് എന്തുകൊണ്ട് അർഹതയില്ല എന്നുള്ളതാണ് എനിക്ക് അതിനുള്ള തിരിച്ചുള്ള ചോദ്യം. അങ്ങനെ പറഞ്ഞാൽ CPIക്ക് എന്തുകൊണ്ട് അർഹതയില്ല? CPI പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇടതുപക്ഷ സ്വഭാവം നിലനിർത്തുന്നതിൽ, മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടിയാണ്. കേരള രാഷ്ട്രീയത്തിൽ പല നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ആവശ്യത്തിന് പ്രസക്തിയുണ്ട്. അത് ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. അത് മുന്നണിക്കകത്ത് പറഞ്ഞു, മുന്നണി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി, പിന്നെ അത് പരസ്യമായിട്ടും പറയുന്ന സ്ഥിതിയുണ്ടായി. ഏതെങ്കിലും ഒരു വ്യക്തി നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് CPM എന്ന് പറയുന്ന പാർട്ടി നേതൃത്വമാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തി ആ തീരുമാനത്തിലേക്ക് എത്താൻ പാർട്ടിയെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് CPI കരുതുന്നു. അങ്ങനെയല്ല, ഞങ്ങൾ മറ്റ് പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വളരെ പ്രധാനപ്പെട്ട ജെന്യൂനായ രാഷ്ട്രീയ ആവശ്യം CPI മുന്നോട്ട് വെച്ചു. ആ മുന്നോട്ട് വെച്ച ആവശ്യത്തോട് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഇടതുപക്ഷം മനസ്സുള്ളവർക്ക് മുഴുവൻ യോജിപ്പാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കേവലം ഒരു പദവിയുടെ പ്രശ്നമല്ല. പ്രതിപക്ഷത്ത് കുറേ കൂടി കോർഡിനേഷൻ ഉണ്ടാവാൻ, പ്രതിപക്ഷം കുറേ കൂടി ശക്തമായി മുന്നോട്ട് പോകാൻ സ്വാഭാവികമായിട്ടും അത് പോകണം. പിന്നെ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം നിലവിൽ CPM ആണ് വഹിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം CPM ആണ് വഹിക്കുന്നത്. വലിയ പാർട്ടിയുമുള്ള മുതൽ സ്വാഭാവികമായിട്ട് അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അതെല്ലാം നിലനിൽക്കവേ അതിനേക്കാൾ ചെറിയൊരു പദവിയാണ് ഉപനേതൃസ്ഥാനം എന്ന് പറയുന്നത്. LDFൻ്റെ കൺവീനർ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കോർഡിനേറ്റർ പോസ്റ്റ് ഇരിക്കുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ ആ കാര്യത്തിന് കുറേ കൂടി ജാഗ്രതയും ഗൗരവമുള്ളൊരു സമീപനം സ്വീകരിച്ച് ഒരു നിലപാടെടുക്കേണ്ടത് CPM ആണ്. LDFൻ്റെ കൺവീനറാണ്. കൺവീനർ എന്ന വ്യക്തിയല്ല ഉദ്ദേശിക്കുന്ന പാർട്ടിയാണ്.
സർ, ഈ വിഷയങ്ങളെല്ലാം ഇന്ന് 2 ദിവസത്തെ CPIയുടെ ദേശീയ യോഗങ്ങളിൽ ചർച്ചയായോ? അല്ല, CPIയുടെ ദേശീയ യോഗങ്ങളിൽ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. കാരണം ഞങ്ങൾ രാഷ്ട്രീയമായും സംഘടനാപരമായും ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യം മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല യോഗം വിളിക്കുമ്പോൾ. സ്വാഭാവികമായിട്ടും ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ചാമുള്ളതിൽ അതും സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യും. ഒരു കാര്യം, കടുംപിടുത്തം പിടിച്ചാൽ CPM കടുംപിടുത്തം പിടിച്ചാൽ CPI വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുമോ? ഞാൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ ഈ നദി വറ്റുകയും തൊടൽ പൊട്ടുകയും ഒക്കെ ചെയ്താൽ എന്താണ് എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തൊന്നും ഞാൻ അങ്ങനെ കാണുന്നില്ല. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ആ ആവശ്യത്തിന് ഞങ്ങളുടേതായ ന്യായീകരണങ്ങളുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഒരുപാട് ഈ കാര്യങ്ങളിൽ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് ആലോചിച്ച് ഉറക്കം കളയാനൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളിൽ ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ്, ഒരു പാർട്ടിയുടെ ഒരു നിലപാടിൻ്റെ പ്രശ്നമാണ്. അത് ഞങ്ങൾ കൂട്ടായി എടുത്തതാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഏതെങ്കിലും വ്യക്തികളുടെ ഒരു ഈഗോയുടെയോ അല്ലെങ്കിൽ അവരുടെ വാശിയുടെയോ ദുരഭിമാനത്തിൻ്റെയോ ഒന്നും പ്രശ്നമല്ല. ഒരു പാർട്ടി എടുത്തിരിക്കുമ്പോൾ തീരുമാനമാണ്, അതാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പറഞ്ഞ പോലെ വ്യക്തിയല്ല, പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഒന്നടങ്കമുള്ള ആളാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ ആ പൊസിഷൻ കണക്കൂട്ടിയാൽ മതി. ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരം വിഷയങ്ങളിലേക്ക്. ഞാൻ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് പല ഘട്ടങ്ങളിലും നടത്തുന്ന പ്രസ്താവനകളൊന്നും ഒക്കെ ഞാൻ എല്ലാ പ്രസ്താവനകളും ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ചില ന്യായീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ അതിന് മറുപടി പറയാൻ ആളല്ല. ഞങ്ങൾ ഒരു പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി നിലയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമാണ്. അപ്പോൾ അതിന് ഏതെങ്കിലും വ്യക്തികളുടെ മറുപടി ആ നിലയിൽ ബാധകമല്ല.